ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ബോട്ടി ഫ്രൈയുടെ റെസിപ്പിയാണ്. മട്ടൻ്റെ ബോട്ടിയാണ്. ഇതെൻ്റെ ബ്രദർ ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. ബോട്ടി എങ്ങനെ ക്ലീൻ ചെയ്യുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ബോട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതാ കണ്ടല്ലോ, ഇതിൻ്റെ മുകളിലുള്ള ഈ തൊപ്പ പോലെ ഉണ്ടാവുന്ന, ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു തോർത്തുമുണ്ടൊക്കെ പോലെ ഉണ്ടാവും. അതെല്ലാം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റും. ഇനി അതല്ല, കൈകൊണ്ട് കിട്ടാത്ത ഭാഗത്തൊക്കെ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ബോട്ടിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കുടലും ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ലീനിങ് ഇതിൽ കാണിക്കുന്നില്ല, കാരണം അതൊന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. പൊടിപ്പായാലും പ്രശ്നമില്ല കേട്ടോ. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. നല്ല വേവ് ഉണ്ടാവും, അതുകൊണ്ടൊരു 8 വിസിലൊക്കെ എടുത്ത് വേവിച്ചെടുക്കാം. 8 വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം എടുത്തതാണ്. ബോട്ടിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴുകേണ്ടൊന്നും ആവശ്യമില്ല. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലുള്ള മഞ്ഞപ്പൊടിയൊക്കെ കാണുമ്പോൾ വേണമെങ്കിൽ കഴുകാം, പക്ഷേ അത് കഴുകാതെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ കണവ അല്ലെങ്കിൽ കൂന്തളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ചട്ടിയിൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 500 ഗ്രാം ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ചേർക്കാം. ചെറിയുള്ളി കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ മിക്സിൻ്റെ ജാറിലായതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി വലിയ ഉള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാമേ. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി മതി, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതിയാകും. ഒരു തക്കാളി കൂടെ ചേർത്ത് ഇതൊന്ന് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം. വെളിച്ചെണ്ണ കുറച്ച് കുറവായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അവിടെ ചേർക്കുന്നുണ്ടേ. കറിവേപ്പില ചേർക്കുന്നത് പറഞ്ഞ പോലെ തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് 1 ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ആ ഒരു കുരുമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. ഇതൊന്ന് തക്കാളിയൊക്കെ വാടി വന്ന സമയത്ത് ഇതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബോട്ടി കൂടെ ചേർത്ത് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം. ബോട്ടിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് നമ്മൾ ഈ ഉള്ളിയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. ഇത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബ്രദറാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചുമ്മാ അവിടെ ഫോൺ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ബോട്ടി നമ്മൾ നേരത്തെ നന്നായി വേവിച്ചതാണ്, എന്നാലും ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് വേവണം, എന്നാലേ ആ ഒരു രസം നല്ലപോലെ വരുള്ളൂ.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. വറുത്ത മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതല്ല വറുക്കാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ചേർക്കണം, അത്രയേ ഉള്ളൂ. ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ബോട്ടി വേവിക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളം ഊറ്റിക്കളയണം. നമുക്കതിൻ്റെ വെള്ളമൊന്നും ആവശ്യമില്ല. എന്നിട്ട് ചൂടാറിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിൽ ഒരു 1/2 കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ കാണുന്ന തേങ്ങാപ്പാൽ മൊത്തമായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ, 1/2 കപ്പോളം ചേർത്തിട്ടേ ഉള്ളൂ. ഇത് ഓപ്ഷനിലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ മട്ടൻ്റെ ഒരു സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തുന്നേ ഉള്ളൂ. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ബോട്ടി ഒന്ന് റെഡി ആവട്ടെ. ഒന്ന് സെറ്റായി കിട്ടിയാൽ നമ്മുടെ ബോട്ടി ഫ്രൈ റെഡിയായി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് അവിടെ അടച്ച് വെക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കപ്പ പുഴുങ്ങിയതും ബോട്ടിയായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്